ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. ദൈവം ഏകനോ? വേദപുസ്തകത്തിലെ ചില വചനങ്ങൾ ദൈവം ഏകനാണെന്ന തരത്തിൽ കാണപ്പെടുന്നു. അതിനാൽ പലരും പിതാവായ ദൈവം തന്നെയാണ് യേശു എന്ന ധാരണ വെച്ചു പുലർത്തുന്നു. അവയിൽ ചില വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 10:30. 2. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. യോഹന്നാൻ 17:3. 3. ഞാൻ അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല. യെശയ്യാവ് 44:4. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്. ഇത് യേശുവാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇതുമൂലമാണ് താൻ ക്രൂശിക്കപ്പെട്ടത്. ഏക ദൈവവിശ്വാസത്തിൽ രൂഢമായിരുന്ന യഹൂദർ യേശു താനും പിതാവും ഒന്നാകുന്നു എന്നും താൻ ദൈവപുത്രനാണെന്നും താൻ അബ്രഹാമിന് മുൻപേ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞതിനാണ് തന്നെ അവർ ക്രൂശിച്ചത്. താൻ ദൈവമാണെന്ന സത്യം വെളിപ്പെടുത്തിയതിനാലാണ് യൂദർ അവനെ ന്യായപ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിധിച്ചത്. ആളത്വത്തിൽ 3 ദൈവം തങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന പ്രകാരം നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നതായിരുന്നു തൻ്റെ ഉപദേശത്തിൻ്റെ സത്ത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി താൻ പറഞ്ഞതാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നത്. അല്ലാതെ പിതാവ് തന്നെയാണ് പുത്രൻ എന്ന അർത്ഥത്തിലല്ലെന്നതാണ് സത്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന വചനത്താൽ ഏക സത്യദൈവമെന്ന പദപ്രയോഗവും ദൈവം ഏകനെന്ന സംശയം ഉളവാക്കുന്നു ചിലർക്ക്. ഇതിലെ പ്രധാന വിഷയം നീ അയച്ച യേശു ആരാണെന്നാൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ എന്നതാണ്. അതിനാൽ യേശു ഒരു പ്രവാചകനെന്നോ മതതീവ്രവാദി എന്നോ മാത്രം ആയ വിശ്വാസം അല്ല നമുക്കുണ്ടാകേണ്ടത്. പിന്നെയോ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന സത്യം ഗ്രഹിച്ച് അവനെ കൈക്കൊള്ളണമെന്നതാണ് ഈ വചനത്തിൻ്റെ ശരിയായ അർത്ഥം തരുന്നത്. അതാണ് നാം അവനെ ദൈവമായി നമസ്കരിക്കുന്നത്. പ്രവചനങ്ങളുടെ എല്ലാം ഒന്നാമത്തെ പ്രവചനമാണല്ലോ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നത്. ഇത് യേശുവിലൂടെയാണ് നിവൃത്തിയായത്. അതാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ന്യായപ്രമാണത്താൽ കീഴിൽ ജനിച്ചവനായി അയച്ചു. ഗലാത്യർ 4:4. ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന ന്യായപ്രമാണ കാലത്തെ യഹൂദർ യേശുവിനെ അറിയാത്ത കാലത്ത് ദൈവം ഏകനെന്ന വിശ്വാസം ആയിരുന്നു അവർക്ക്. അതിനാൽ താൻ ഏകനാണെന്ന വിശ്വാസം യെശയ്യാവ് 44:4 വെളിപ്പെടുത്തിയത്. ഭാവിയിലെ മനുഷ്യാവതാരത്തിനുള്ള യേശുവിൻ്റെ ദൈവത്വം അന്ന് അവർക്ക് പ്രസക്തമല്ലായിരുന്നതിനാൽ അന്നുള്ളവർക്ക് ന്യായപ്രമാണ പ്രകാരമുള്ള ഏക ദൈവവിശ്വാസം ആയിരുന്നു. അതിനാലാണ് യഹോവ ഏകം തന്നെ എന്ന് അവർ വിശ്വസിച്ചിരുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന സത്യവിശ്വാസം ഉറപ്പിച്ചത് പത്രോസായിരുന്നു. ആ വിശ്വാസത്തിലാണ് നാം അവൻ്റെ ദൈവത്വം വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിക്കുന്നത്. നിത്യനായ ദൈവത്തിന് മാത്രമേ നിത്യനായ പുത്രനെ ജനിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. താൻ ആരിൽ നിന്നും ജനിക്കാത്ത സ്വയം ഭൂവല്ല. പിന്നെയോ പിതാവിൽ നിന്ന് ജനിച്ചവന് പിതാവിൻ്റെ സ്വഭാവ ഗുണം ആയിരിക്കും. ദൈവം സ്നേഹമാകയാൽ ആ ഗുണം തന്നെ ഉള്ളവനായി പുത്രനും ജനിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് യേശു ദൈവമാണെന്ന അറിവാണ് പിതാവ് അയച്ചവന് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടത്. നിത്യജീവന് നമുക്ക് അവകാശമാകണമെങ്കിൽ യേശു ദൈവമാണെന്ന് നാം വിശ്വസിക്കുകയും വേണം.
നീ എൻ്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എബ്രായർ 1:5. യേശു സ്നാനപ്പെട്ടപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞു. മറുരൂപമലയിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഇവൻ എൻ്റെ പുത്രനെന്ന സാക്ഷ്യം വെളിപ്പെടുത്തി. 2 മനുഷ്യരുടെ സാക്ഷ്യം യൂതന്മാരുടെ ന്യായപ്രമാണത്തിലും അവർ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ 8:17, മത്തായി 18:16. അപ്പോൾ ദൈവം വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. സംഖ്യാപുസ്തകം 23:9. അതിനാൽ പരിശുദ്ധാത്മാവ് യേശു ദൈവമാണെന്ന് ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ യേശു ദൈവമാകുന്നു. അതിനാൽ യേശു ദൈവപുത്രൻ എന്ന വചനങ്ങൾ അവൻ ദൈവമാകുന്നു എന്ന യാഥാർത്ഥ്യം, ദൈവം ഏകനല്ലെന്ന സത്യം നമ്മെ വെളിപ്പെടുത്തുന്നു. യേശു തൻ്റെ ശിഷ്യന്മാർ ലോകാവസാനം എപ്പോൾ ആയിരിക്കുമെന്ന് തന്നോട് ചോദിച്ചതിന് മത്തായി 24:36 ആ നാളും ആ നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ മറ്റാരും അറിയുന്നില്ലെന്ന് പറഞ്ഞതും യേശുവിൻ്റെ പദവിയുടെ കുറവ് ആയിട്ട് ഗ്രഹിക്കരുത്. അതുപോലെ തന്നെ സെബദി മക്കൾ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ മഹത്വനാളിൽ തങ്ങളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ നിന്റെ ഇടത്തും ഇരിപ്പാനുള്ള വരം തരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന് അത് ഞാനല്ല, എൻ്റെ പിതാവാണെന്ന മറുപടിയും താൻ പൂർണ്ണ ദൈവമല്ലെന്നുള്ള ഒരു കുറവ് പലരും നിരൂപിക്കുന്നുണ്ട്. തൻ്റെ പിതാവിനോടുള്ള ബഹുമാന സൂചകമായി പറഞ്ഞ വചനമായിരുന്നു ഇത്. ഇതുപോലെ പിതാവ് തൻ്റെ പുത്രനോടുള്ള ബഹുമാനവും യോഹന്നാൻ 5:22 കാണാം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് താൻ കൊടുത്തു. ഇതുപോലെ തൻ്റെ പിതാവിനോടുള്ള ബഹുമാനത്തിലും തങ്ങൾ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് താൻ തന്നെ പറയേണ്ട ഒരു സംഗതി അല്ലാത്തതിനാലും ആണ് ഇപ്രകാരം യേശു അരുളിയത്. അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥം മനസ്സിലാക്കാതെ നാം യേശുവിൻ്റെ സമത്വത്തിന് കുറവ് ചിന്തിക്കരുത്. അല്ലാതെ സ്നാപകയോഹന്നാൻ തൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ താൻ യോഗ്യനല്ലെന്ന തരത്തിൽ യേശു പിതാവിൽ നിന്നും കുറവുള്ളവനായി നാം കാണരുത്. യേശുവിൻ്റെ ദൈവത്വത്തിന് കുറവ് വരുത്തുന്നില്ല. ഈ വചനം സഭയുടെ വിശ്വാസവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ വിശ്വാസമാണ്. സഭ ഇപ്രകാരം ആണ് പ്രാർത്ഥന തുടങ്ങുന്നത്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഇതിൻ്റെ അർത്ഥമോ ലോക ആരംഭം മുതൽ ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തുതി എന്നതാണ്. ഇതിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഉൾപ്പെട്ട ത്രിത്വത്തെയാണ് സ്തുതിക്കുന്നത്. നാം നമ്മുടെ കുർബാനയിൽ പോലും ഇത് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏക പുത്രനും പരിശുദ്ധനായ ഏക റൂഹായും അല്ലാതെ മറ്റൊരു പരിശുദ്ധൻ ഇല്ല എന്ന്. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആമീൻ. അതിനാൽ അവർ മൂവരും തുല്യ ബഹുമാനത്തിന് അർഹരാണ്. സഭയുടെ പെന്തക്കോസ്തി ശുശ്രൂഷയിലും ഈ 3 കുനൂമികളോടും പ്രത്യേകം സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ആളത്വത്തിൽ 3 ആയതിനാലാണ് അപ്രകാരം വെവ്വേറെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലും നാം മുൻമത്വത്തിന് സ്തുതി ഹല്ലേലൂയ എന്ന 3 തവണ ഉരുവിടുന്നതും ത്രിത്വവിശ്വാസത്തെ ഏറ്റുപറയുകയാണ്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം 3-ാം നാൾ ആദ്യം കാണുന്നത് മഗ്ദലന മറിയത്തെ ആയിരുന്നു. അവളോട് യേശു താൻ തൻ്റെ പിതാവിൻ്റെ അടുത്ത് ഇതുവരെ പോയിട്ടില്ലാത്തതിനാൽ തന്നെ സ്പർശിക്കരുതെന്ന് പറയുന്നു. യോഹന്നാൻ 20:17. ഇതും ദൈവം ഏകനല്ലെന്ന സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതിനാൽ യേശു ദൈവപുത്രനും ദൈവതുല്യനും സമനും ആണെന്ന വിശ്വാസമാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത്. യോഹന്നാൻ 17:3.
അതിനാൽ പലതരം പരീക്ഷകളും ഉപദേശങ്ങളും ഭൂമിയിൽ നമുക്ക് മുളയ്ക്കുമെങ്കിലും നാം രക്ഷയ്ക്കായി സത്യസഭ വിട്ട് പോകരുതെന്ന് പൗലോസിൻ്റെ ഉപദേശം നാം മറക്കരുത്. യേശു പോലും തൻ്റെ മാതാവും എൻ്റെ സഹോദരന്മാരും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, കൽപ്പന പാലിക്കുന്നതാണ് മുഖ്യമെന്ന് പൗലോസും സാക്ഷീകരിക്കുന്നു. നിങ്ങൾ ഒരുവിധമെങ്കിലും ആദ്യഫലമായി തീരണമെന്ന യാക്കോബും രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഇപ്രകാരം കൽപ്പനയുടെ കാതൽ മനസ്സിലാക്കി നിന്നെപ്പോലെ തന്നെ നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന ദൈവകൽപ്പന പാലിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവം സ്നേഹം തന്നെ. താങ്ക് യു.